നമ്മുടെ രാജ്യത്തുനിന്ന് ഒരു പ്രധാനമന്ത്രി ഒരു പാകിസ്ഥാനിലേക്ക് ഒളിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് നരേന്ദ്രമോദി. ആരോടും പറയാതെ, ആരോടും വ്യക്തമാക്കാതെ ഏതോ ഒരു വിദേശയാത്ര കഴിഞ്ഞ് ഒരു വിമാനം നേരെ ലാഹോറിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അടുക്കള ചെന്ന് അദ്ദേഹത്തിൻ്റെ തീന്മേശ ചെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തി കളിക്കുന്നു. അങ്ങനെ ഒളിച്ചു പോകുന്ന പാരമ്പര്യമുള്ളൊരു ഏക പ്രധാനമന്ത്രി. പിന്നെ ഭാര്യയെ വഴിയിലിട്ടേച്ച് അദ്ദേഹം ഒളിച്ചു പോയ കഥ ഞാൻ പറയുന്നുമില്ല. ഇവിടെ ആരോ ഒളിച്ചു പോയ കാര്യം ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർപ്പിച്ചതാണ്. പിന്നെ 2000 കോടി രൂപയാണ് 84 വിദേശയാത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചെലവ്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ സഹിതം അദ്ദേഹം ഒരു സ്വകാര്യ യാത്ര പോയതിന് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1 വെള്ളി രൂപ മുടക്കിയിട്ടില്ല എന്നും അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് എന്നും മുരളീധരനോട് നേരെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷ് ഒന്ന് പറയണം. കാരണം വിദേശകാര്യ വകുപ്പ് അനുവദിക്കാതെ ഒരു മുഖ്യമന്ത്രിക്ക് പുറത്തു പോകാനാവില്ല. ആരോടും പറയാതെ പോയി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. ജയേന്ദ്രൻ മാഷിൻ്റെ അല്ല, മുരളീധരൻ പറയുന്നതാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, അടിയന്തരാവസ്ഥയെ നേരിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഇപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയത്തെ നേരിടാൻ ഇന്ത്യക്ക് കഴിയും. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. അവിടെ പ്രധാനമായിട്ട് കാണേണ്ടത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം അടിയന്തരാവസ്ഥയേക്കാൾ എന്തുകൊണ്ട് അപകടകരമാണ്. ഇന്ദിരാഗാന്ധി അവരുടെ രാഷ്ട്രീയ കാരണങ്ങളാലും അന്നുള്ള പ്രതിസന്ധിയുടെ ഭാഗമായിട്ടും ജനാധിപത്യത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റായ രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നമ്മളതിനെ എതിർക്കുകയും ചെയ്തു. നിങ്ങളുടെ നയം എന്താണ്? എന്തിനാ തെരഞ്ഞെടുപ്പ്? ഒരു രാജ്യത്ത് മതഭൂരിപക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് എന്തിനാ? ഹിന്ദുക്കൾക്കാണ് ഭൂരിപക്ഷം. ഹിന്ദുക്കളെല്ലാം അവരുടെ തോട്ട് ചെയ്യുക. പിന്നെ തെരഞ്ഞെടുപ്പ് എന്തിനാ? അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒന്നാമത്തെ ശത്രു എന്താണ്? മതഭൂരിപക്ഷവും മതന്യൂനപക്ഷവുമായി ജനങ്ങൾ വിഭജിക്കപ്പെടണം എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശത്രു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മതം പറയരുത്. മതം പറയുന്നു എന്ന് മാത്രമല്ല, മതം പറയാൻ വേണ്ടി നീചമായ ഭാഷ ഉപയോഗിക്കുന്നു. നിങ്ങൾ ആരാണ് സന്തോനാത്പാദന ഫാക്ടറിയെക്കുറിച്ച് സംസാരിച്ചത്? ഇന്ത്യ രാജ്യത്ത് സന്തോനാത്പാദന ഫാക്ടറി എന്ന ഒരു പേരുപയോഗിച്ച ആളുടെ പേര് നരേന്ദ്രമോദിയാണ്. നീചമായ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. വംശഹത്യയ്ക്ക് ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ പറയുന്നു. അതുദ്ധരിച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം പറയുന്നത് സന്താനോത്പാദനത്തെക്കുറിച്ച്, കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർ. എന്നിട്ട് ഭീരുവായ നരേന്ദ്രമോദി പിന്നീട് ഒരു ഇൻ്റർവ്യൂ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയെപ്പോലെ ഭീരു വേറെ ഒരാളുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വലിയ കപടതയുടെയും ഭീരുത്വത്തിൻ്റെയും അടയാളം. നിങ്ങൾ പറഞ്ഞിടത്തിരിക്കണം. ഒരു കാര്യം ഒരു ദിവസം തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറയുക, പിറ്റേ ദിവസം വേറൊരു ചാനലിന് കൊടുക്കും പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. സന്തോനോത്പാദന ഫാക്ടറിയെക്കുറിച്ച് പറഞ്ഞ നരേന്ദ്രമോദി കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഏതൊരു സമുദായത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചതെന്ന് ഈ നാട്ടിൽ ആർക്കാണ് മനസ്സിലാകാത്തത്? പിന്നെ നിങ്ങൾ പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ ആരാ നുഴഞ്ഞുകയറ്റക്കാരായിട്ട് നിങ്ങൾ കാണുന്നത്? അതിനെതിരായ യുദ്ധമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഒരു ഉപരാഷ്ട്രപതി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പണി എന്താ? കേശവാനന്ദ ഭാരതി കേസിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്താ കേശവാനന്ദ ഭാരതി കേസിൻ്റെ 50-ാം വാർഷികമായി? എന്താ കേശവാനന്ദ ഭാരതി കേസിൻ്റെ പ്രത്യേകത? ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടണമെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിൻ്റെ 13-അംഗ ബെഞ്ചിൻ്റെ വിധി അട്ടിമറിക്കണം. അതിന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കൽക്കട്ടയിലെ ഒരു ജഡ്ജി, അദ്ദേഹത്തെ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ വിലക്കേണ്ടി വന്നു. ജഡ്ജി സ്ഥാനം റിട്ട് ചെയ്തിട്ട് മത്സരിക്കുകയാണ് താംലൂക്കിൽ, പശ്ചിമ ബംഗാളിൽ. എത്ര നീചമായിട്ടാണ് മോദിയെ തോപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ വേറൊരു ജഡ്ജി പറയുകയാണ്, ഞാൻ 30 കൊല്ലമായിട്ട് RSS ആണ്. ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് അരിച്ചരിച്ചെത്തുന്ന RSS ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അപകടമാണ്. അതിനെ തളയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. തളയ്ക്കും. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ ഇതുവരെയുള്ള അവരുടെ സമീപനങ്ങൾ കണ്ടാൽ തളയ്ക്കും. ആ തളയ്ക്കും തരത്തിലേക്ക് പ്രതിരോധം ശക്തിപ്പെട്ടിരിക്കുന്നു. ഒരു ഇലക്ഷൻ കമ്മീഷന്റെ സഹായമില്ലെങ്കിലും ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യയിലെ സുപ്രീം കോടതി എല്ലാം ശരിവെച്ചു നരേന്ദ്രമോദിയുടെ. സത്യമാണോ? ഈ ചർച്ച പറഞ്ഞല്ലോ, സത്യമാണോ? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് 4 നിയമം നിങ്ങൾ കൂട്ടുന്നു. 4 നിയമം റദ്ദാക്കി കൊടുത്തു സുപ്രീം കോടതി. തീർന്നില്ല കേട്ടോ. നരേന്ദ്രമോദി ED അടക്കം വരട്ടിക്കൊണ്ട് ഇവിടെ നടത്തിയ പണപ്പിരിവ്, ഇലക്ട്രൽ ബോണ്ട് കൊള്ള സുപ്രീം കോടതി ഹരീഷ് സാൽവെ ബാധിച്ചിട്ട് പോലും നിങ്ങളുടെ എല്ലാം പേരുവിവരം സഹിതം പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിയെല്ലാം മോദി ചെയ്യുന്നതിന് അടിയിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് BJP പ്രതിനിധികൾ മനസ്സിലാക്കണം. ശരി, ഓക്കെ.